ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ വീഡിയോ. അപ്പോൾ നമ്മൾ കാശ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച്, അതായത് നമ്മുടെ കോഴി കറുപ്പിനെ എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന 2 ഫീറ്റിൻ്റെ കോഴി കറുപ്പ് ഡെഡായി പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എൻ്റെ ചാനൽ ആദ്യം മുതലേ കാണുന്നവരറിയാം. അപ്പോൾ അതിന് പകരമായിട്ട് മേടിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിന് പകരമായിട്ട് കിട്ടാൻ അത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ കുറച്ച് കോഴി കറുപ്പ്, കാരണം ആ ഒരു ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിട്ട് എടുത്തത്. കാരണം നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് തന്നെ ഒരു 4 പീസ് നമ്മൾ അത്യാവശ്യം പ്രിൻറ്റ് കൊള്ളാമെന്നുള്ള പ്രിൻറ്റ് നോക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ മീൻ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആയിരിക്കും ഇത്. അതായത് കുറച്ച് ലെങ്തി ആണല്ലോ നമ്മൾ വീഡിയോ. ഇപ്പോൾ തന്നെ എടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണണം കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കൂടെ കൊടുത്തേക്കാം. ഒരു ഗീവ് അവേയും കൂടെ നമ്മുടെ ഇടയിൽ നടപ്പുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്തായാലും പരിഗണിക്കുക കേട്ടോ. ഗീവ് അവേയിൽ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊരു ചെറിയ ഗീവ് അവേ ഞാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊരു ചെറിയൊരു പാക്ക് ഓപ്ഷൻ ഞാൻ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് നോക്കുക. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മീനുകളൊക്കെ ഇട്ടാൽ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആദ്യം ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, നമ്മുടെ ഇതുണ്ടായിരുന്നു മോൺസ്റ്റർ ഫിഷ് കിടക്കുന്ന വാട്ടർ ടാങ്കിനകത്തോട്ട് അത്യാവശ്യം ആദ്യം ഇപ്പം ഇട്ടിട്ട് പിന്നെ നമുക്ക് മാറ്റി വലിയ ടാങ്കിലോട്ട് ഇറക്കാൻ പോണ്ട് ഞാൻ ഉടനെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി തന്നെ നമ്മൾ പോണ്ട് ഉണ്ടാക്കുവാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ മീനെന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു തുരുമ്പിൻ്റെ കളർ പോലെ കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് എല്ലാം നമ്മുടെ സ്നാക്സ് സ്കെയിലായിട്ടൊക്കെ വരുന്ന സാധനമാണ്. അതായത് പാമ്പിൻ്റെ പുറം പോലെ ഇരിക്കുന്ന ഈ ചെതുമ്പലുള്ള മീനുകളാണ് ഏകദേശമുള്ള എല്ലാം. ഇവളെ പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫീമെയിൽ. ഇവളൊരു ഓറഞ്ചിഷ് കളറാണ്. മാസ്ക് ഒരു വെള്ള വായിൽ മാസ്ക് വരുന്ന പോലത്തെ ഒരു മീനാട്ടോ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ ഇതിൻ്റെ വാലും നോക്കണം കേട്ടോ. നല്ല വാല് വരുന്ന ടൈപ്പാണ്. കുറച്ചിട്ടൊന്ന് പോയിട്ടുണ്ട്, ചെറിയൊരു ഡാമേജ് വന്നതാണ്. അത് വലിയ പ്രശ്നമില്ല. നമ്മുടെ ഒരു മാസം നല്ലപോലെ ഫീഡ് എടുത്ത് കിടക്കുവാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ റെഡി ആവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാർപ്പിൻ്റെ ബ്രീഡിങ്ങും ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ആരും ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ അതേപോലെ അടുത്തതായിട്ട് വന്നത് നമ്മുടെ ഒരു ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഷോപ്പിനകത്ത് കടന്നു പിടിച്ചതിനെക്കാട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കണ്ടപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടോ. പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത സാധനമാണ് കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇവൻ്റെ പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടു. ഞാൻ വെൽട്ടയിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും നോർമലായിട്ട് ഈ ഒരു കാർബൺ എനിക്ക് നല്ലപോലെ ഇവളുടെ പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഫീമെയിലാണ് കേട്ടോ. ഇവളുടെ പ്രിൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടാട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് ഇവക്ക് വേണ്ടി നമ്മളൊരു 2 മെയിലിനെ കൂടെ പിന്നെ നമ്മളിനി മേടിക്കുന്നതായിരിക്കും. പിന്നെ ഇവരെ നമ്മൾ ഇതേപോലെ ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ രാത്രി വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നില്ല കേട്ടോ. നമ്മളിത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 11 മണിയോളം സമയമായിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ഫ്ലിപ്പിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ടാർപ്പയാണ് കേട്ടോ ഇത്. അതായത് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഓർഡർ ചെയ്തായിരുന്നു. എടുക്കണമെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഡ്വാൻസ് കൊടുത്തായിരുന്നു മീനുകൾ ഇട്ടായിരുന്നു. രാത്രി തന്നെ ടക്കനെ പോണ്ട് സെറ്റ് ചെയ്ത് അതിനകത്തോട്ട് വെള്ളം നിറച്ച് നമ്മൾ മീനുകളെ ഇറക്കി വിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം മെയിലിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നടുക്കൂടെ നമ്മളൊരു വല വെച്ച് അത്യാവശ്യം വലയെന്ന് മീനൊന്നും, അതായത് ഫീമെയിലിനെ മെയിലിനെ സെപ്പറേറ്റ് ചെയ്തിടണം. ഒരു മാസത്തോളം നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കുകയാണ്. അങ്ങനെയാണ്. അപ്പോൾ വല വെച്ച് ഒരു സൈഡിലോട്ട് നമ്മൾ മെയിൽസിനെ ഇറക്കി വിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് നമ്മൾ ഫീമെയിൽസിനെ ഇറക്കി വിട്ടിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു മാസം ഇവർ രണ്ടുപേരും സെപ്പറേറ്റ്, അതായത് ഇവർ സെപ്പറേറ്റ് ആയിട്ട് കടന്നിട്ട് നമ്മൾ പിന്നെ ഇത് സെറ്റ് ചെയ്യുവാണ്. അതായത് ബ്രീഡിങ്ങിന് വേണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിനുവേണ്ടി പിന്നെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ, ഹോർമോണും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതേപോലെ തന്നെ നമ്മൾ ഫീമെയിൽസിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു ഫീമെയിൽ, രണ്ടാമത്തെ ഫീമെയിലിനെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോയ്ക്കൊക്കെ കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കാം. സോ നിങ്ങളെല്ലാം ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ അതിനൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് രാവിലെ എടുത്ത ഫോക്കസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കറുത്ത ടാർപ്പൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൾറെഡി നമ്മളെ ടാങ്കിൻ്റെ സെറ്റപ്പ്. ഇതിനെക്കാട്ടും വലിയൊരു പോണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കും. കാരണം കുഞ്ഞുങ്ങളെടുക്കാൻ നമ്മൾ ഒരുപാട് സ്ഥലം വേണം. അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളായി നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.